റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് നിങ്ങൾ കേൾക്കണേ. ഇദാ സമഅതുമുൽ മുഅദ്ദിന ഫഖൂലു മിസ്ല മാ യഖൂൽ. മുഅദ്ദിൻ ബാങ്ക് വിളിക്കുമ്പോൾ അതുപോലെ നിങ്ങളും ഏറ്റു പറയണേ. സുമ്മ സല്ലു അലയ്യ. ആ ബാങ്ക് വിളിച്ചതിന് ശേഷം എൻ്റെ മേൽ നിങ്ങൾ ഒരു സ്വലാത്ത് ചൊല്ലണേ. സുമ്മ സല്ലുല്ലാഹ ലി അൽ വസീല. പിന്നീട് എനിക്ക് വേണ്ടി നിങ്ങൾ ഒരു സ്വലാത്ത് ചൊല്ലണേ. ആ സ്വലാത്തിന് ശേഷം എനിക്ക് വേണ്ടി നിങ്ങൾ അല്ലാഹുവിനോട് വസീല തേടണേ. എന്താണ് വസീല എന്ന് പറയട്ടെ? സ്വർഗത്തിലെ ഉന്നതമായ സ്ഥാനമാണ്. എനിക്ക് ആ സ്ഥാനത്തിലെത്താൻ കൊതിയാണ് സഹാബ. ആ വസീല എന്ന സ്ഥാനത്തിന് അർഹനാകാൻ ഞാൻ കൊതിക്കുകയാണ്. അതുകൊണ്ട് മുസ്ലിം ഉമ്മത്തെ, ബാങ്ക് വിളിച്ചതിന് ശേഷം നിങ്ങൾ എൻ്റെ പേരിൽ ഒരു സലാത്ത് ചൊല്ലി എനിക്ക് വേണ്ടി ആ ഉന്നതമായ സ്ഥലത്തിന് വേണ്ടി ദുആ ചെയ്യണേ. അതാണ് അല്ലാഹുമ്മ ആതിഹിൽ വസീല വൽ ഫളീല വബഅത്ഹു മഖാമൻ മഹ്മൂദൻ അല്ലദീ വഅദ്ത. നമ്മൾ ദുആ ചെയ്യുന്നതാണ്. അല്ലാഹുവേ, ആ സ്ഥലം, ആ വസീല നബിതങ്ങൾക്ക് നീ കൊടുക്കണേ പടച്ചവനെ. നമ്മളൊക്കെ ദുആ ചെയ്യണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ട് ആ വസിയത്ത് നമ്മൾ തട്ടിക്കളയല്ലേ? ബാങ്ക് വിളിക്കുമ്പോൾ സംസാരിച്ച് ആ ദുആ നമ്മൾ തട്ടിക്കളയാണ്. ആ ഒരു മഹത്തായ ഒരു ഉത്തരവാദിത്തം നമ്മൾ തട്ടിക്കളയാണ്. അതുകൊണ്ടാണ് അലിയാരി തങ്ങൾ പറഞ്ഞത്, അൽ ഹദീസ് ഇൻദൽ അദാൻ യുഹ്ബിതു അമല 30 സന. അൽ ഹദീസ് ഇൻദൽ മയ്യിത് യുഹ്ബിതു അമല 30 സന. മയ്യത്ത് വീട്ടിൽ പോകുമ്പോൾ, മയ്യത്ത് കാണുമ്പോൾ നിങ്ങൾ ദുആ ചെയ്യണേ. ദുആ ചെയ്തിട്ട് നിങ്ങൾ മയ്യത്തിന്റെ നന്മകൾ മാത്രം പറയണേ. അവിടെ ഇരുന്ന് ലോകകാര്യങ്ങളോ പഞ്ചായത്ത് കാര്യങ്ങളോ രാഷ്ട്രീയ ചർച്ചകളോ നിങ്ങൾ നടത്തരുതേ. അങ്ങനെ നടത്തിയാൽ നിങ്ങളുടെ 30 വർഷത്തെ അമലുകൾ നഷ്ടമാകും. മയ്യത്ത് വീട്ടിൽ പോരുന്നിട്ട് പഞ്ചായത്ത് കാര്യവും അദ്വാനിയുടെ കാര്യവും മോഡിയുടെ കാര്യവും അമിത്ഷായുടെ കാര്യവും പറയാനല്ല മയ്യത്ത് വീട്. അവിടെ പോയി ചർച്ച ചെയ്യാൻ പാടില്ല. മയ്യത്തിന്റെ നന്മകൾ പറയണം, മയ്യത്തിനോട് ദുആ ചെയ്യണം. മയ്യത്ത് വീട്ടിൽ ചെന്നാൽ ആ മയ്യത്ത് പൊക്കി നോക്കിയിട്ട് അല്ലാഹുമ്മ ഗഫിർ ലി ഫുലാൻ ഇബ്നു ഫുലാൻ വഫ്സഹ് ലഹു ഫീ ഖബ്രിഹി വനവ്വിർഹു ഫീഹി വഖ്ലുഫ്ഹു ഫിൽ മഹ്ദിയീൻ അല്ലാഹുമ്മ ഗഫിർ ലനാ വലഹു. അങ്ങനെ ദുആ ചെയ്യണം. നബിതങ്ങൾ പഠിപ്പിച്ചതാണ്. നമ്മൾ മയ്യത്ത് വീട്ടിൽ പോയിട്ട് പൊക്കി നോക്കും. പൊക്കി നോക്കി വലിയ പരിചയമുള്ളവനാ. പൊക്കി നോക്കുക, വേണമെങ്കിൽ എപ്പോഴായിരുന്നു സംഭവം, എങ്ങനെയായിരുന്നു സംഭവം, ആ കണ്ണ് തെള്ളിയിരിക്കാണല്ലോ, നീ ഒന്നോ അമർത്തി അടയ്ക്കാൻ എന്തായിരുന്നു, ആ വായൊന്ന് നല്ലപോലെ ഒന്ന് കൂട്ടിക്കെട്ടാൻ എന്തായിരുന്നു. കൊട്ടേഷൻ വിടാനാണ് ഇവൻ വരുന്നത്, മയ്യത്തിന്റെ കൊട്ടേഷൻ വിടാൻ. ഒരു സഹോദരൻ മരിച്ചാൽ ആ മയ്യത്തിന്റെ അരികിൽ നിന്ന് അവൻ ആത്മാർത്ഥയുടെ ദുആ ചെയ്യണം, അല്ലാഹുമ്മ ഗഫിർ ലി ഫുലാൻ ഇബ്നു ഫുലാൻ. അത് മയ്യത്ത് കാണുമ്പോൾ ഇവൻ ചെയ്യേണ്ട ദുആയാണ്. അല്ലാഹു ഈ സഹോദരനെ പുറത്തോട് വിടച്ചവനെ, അല്ലാഹു ഇവന് നീ ഒരു പകരക്കാരനെ സ്ഥാപിക്കണേ പടച്ചവനെ. ഇവന്റെ ഖബർ നീ വിശാലത നൽകണേ പടച്ചവനെ. അവനും ഞങ്ങൾക്കും നീ പുറത്തു തരണേ അല്ലാഹു. ഞങ്ങളെ നീ സ്വർഗത്തിൽ എത്തിക്കണേ പടച്ചവനെ. ഈ ദുആ ഒരു മയ്യത്ത് വീട്ടിൽ മയ്യത്തെ കാണാൻ പോകുന്ന ഓരോ വ്യക്തിയും ചൊല്ലണം. അല്ല മൊയ്ലിയാർ മാത്രം അൽഫാത്തിഹ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എല്ലാവരും ഇരിക്കുന്നു പറഞ്ഞു മൊയ്ലിയാർ ദ്വാരക്കല്ല. നമ്മൾ ഈ മയ്യത്ത് കാണാൻ പോകുന്ന ഓരോ വ്യക്തിയും ആ മയ്യത്തിന്റെ അരികിൽ നിന്ന് ദുആ ചെയ്യണം. ദുആ ചെയ്യാന്ന് പറഞ്ഞാൽ കൈപൊക്കി പിടിച്ചിട്ട് വലിയ ബഹളത്തോട് ദ്വാരക്കണ്ട. കൈപൊക്കുമ്പോൾ അങ്ങനെ നിന്നുകൊണ്ട് തന്നെ മലയാളത്തിൽ പറഞ്ഞാലും മതി, അല്ലാതെ പോയി പൊക്കി നോക്കിയിട്ട് അന്യ അങ്ങനെ പോകരുത് കേട്ടോ. എന്നിട്ട് ആ മയ്യത്തിന്റെ കുടുംബക്കാരനെ വിളിക്കണം. ആരാ മരിച്ചത്? വാപ്പാണോ മരിച്ചത്? മോനെ വാ. അവന്റെ കൈക്ക് പിടിച്ചിട്ട് നെഞ്ചി തടവിട്ട് അല്ലാഹു അജ്റക വഹസന ഗസാക വഫർ ലിമയ്യതി. അല്ലാഹു നിനക്ക് എൻ്റെ വാപ്പാടെ വിയോഗത്തിൽ നീ ദുഃഖിക്കുന്ന നിനക്ക് അല്ലാഹു ഉന്നതമായ കൂലി തരട്ടെ, എൻ്റെ മയ്യത്തിന് അല്ലാഹു തആല പുറത്തു കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവനെ സമാശ്വസിപ്പിച്ചുകൊണ്ടൊരു ദുആ ചെയ്യണം അവൻ്റെ കൈക്ക് പിടിച്ചിട്ട്. ഇതൊന്നും ഇന്ന് നമ്മൾ ചെയ്യാറില്ല. എപ്പോഴായിരുന്നടാ മരിച്ചത്? എപ്പോഴാണ് മെഡിക്കൽ കോളേജ് വെച്ചായിരുന്നോ? എങ്ങനെയായിരുന്നു സംഭവം? അപ്പൊ ആരാ വണ്ടിയായിട്ട് വന്നത്? അവിടെ ആരുണ്ടായിരുന്നു ഐസിയുല്? ഇതാണ് ഒരു മയ്യത്ത് മരിച്ചു കിടക്കുന്ന മരിച്ച ആൾ മരിച്ച്. ഇനി ആളെ കുറിച്ച് അങ്ങനെ ചോദിക്കാൻ പോണ
ഈ സഹോദരന്റെ ഈ മരിച്ച വ്യക്തിയുടെ കുടുംബത്തിലുള്ള ഒരു വ്യക്തിയെ വിളിച്ചിട്ട് ഒരു സമാധാനത്തിന്റെ വാക്കല്ലേ പറഞ്ഞു കൊടുക്കേണ്ടത്? സഹോദര, നിനക്ക് അല്ലാഹ് പുറത്തു തരട്ടെ, അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ നീ ദുഃഖിക്കുന്നുണ്ട്, അല്ലാഹു ആ മയ്യത്തിന് പൊറുക്കട്ടെ, നിനക്ക് ഉന്നതമായ കൂലി നൽകട്ടെ, ഒരു സന്തോഷ വാർത്ത. ആരത് പറയുന്നത്? അവിടെ മയ്യത്തിന്റെ വീട്ടിൽ പോയി ആവശ്യമില്ലാത്ത സംസാരങ്ങൾ. അതുകൊണ്ട് മയ്യത്തിന്റെ അരികിൽ പോയി സംസാരിച്ചാൽ 30 വർഷത്തെ അമലുകൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകുമത്രേ. അൽ ഹദീസു ഇൻദൽ മഖാബിർ, മഖ്ബറയിൽ പോയി മയ്യത്തടക്കുന്ന സ്ഥലത്ത് പോയി, ആ ഖബർസ്ഥാനിൽ പോയി, ഖബർ വെട്ടുന്ന സ്ഥലത്ത് പോയി അനാവശ്യമായ സംസാരങ്ങൾ നിങ്ങൾ നടത്തിയാൽ 30 വർഷത്തെ അമലുകൾ നിങ്ങൾക്ക് ഡിലീറ്റായി പോകുമത്രേ. വഅന്തും ലാ തശ്ഉറൂൻ, നിങ്ങൾ പോലും അറിയില്ല ആ അമൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. ഖബർ കുഴിക്കുന്നവന് പോലും ഇന്ന് മരണത്തെ പേടിയില്ല, ഖബർ കുഴിക്കുന്നവന് പോലും മലക്കുൽ മൗത്തിനെ പേടിയില്ല. ഔറത്തും കാണിച്ച് തട്ടുമടി കൊടുത്ത് കട്ടം പീടിയും വലിച്ചുകൊണ്ട് ചീത്ത വിളിച്ച് തെറി പറഞ്ഞ് അസഭ്യവാക്കുകൾ പറഞ്ഞുകൊണ്ടാണ് ഇന്ന് ഖബർ കുഴിക്കുന്നത്. ഒരു കാര്യം പോലും ആ ഖബർ കുഴിക്കുന്ന വ്യക്തിയോട് പറയാൻ പറ്റൂല. ഉടനെ പിക്കാസ് എടുത്ത് വേണമെങ്കിൽ നമ്മുടെ തലക്കിട്ടൊരു കൊത്തുതയും. ഇങ്ങോട്ട് നോക്കിയോടാ ഖബർ, ഇങ്ങോട്ട് നീ ഇങ്ങോട്ട് ഇറങ്ങി വാ, എന്റെ വാപ്പാടെ ഖബർ ഞാനാ കുഴിച്ച, നീ ഇങ്ങോട്ട് ഇറങ്ങി കുഴി. അഭിപ്രായം പറയാൻ നമ്മളെ വേണമെങ്കിൽ അതിനകത്തിട്ട് അവൻ മണ്ണിട്ട് മൂടും, അതുകൊണ്ട് പറയാൻ പോരുത്. ആ ചങ്ങാതിക്കാണെങ്കിലോ ഖബർ കുഴിക്കുന്നതിനെങ്കിലും ഒരു മഹത്വം വേണ്ട. പടച്ചവനെ, ഈ ഖബർ കുഴിക്കാത്ത ഞാനും നാളെ വീഴും. മൻ ഹഫറ ഹുഫറൻ ലി അഖീഹി ഫഖദ് വഖഅ ഫീഹി. ഒരാൾക്ക് വേണ്ടി ഖബർ കുഴിച്ചാൽ അവൻ ആ ഖബറിൽ വീഴുമെന്നാണ് ഹദീസ്. അപ്പൊ അതുകൊണ്ട് ഇതേപോലെ ഞാനും നാളെ വീഴും. അതുകൊണ്ട് നമ്മൾ ഇതിനൊരു മഹത്വം കൽപ്പിക്കണം. നമ്മുടെ ഒരു സഹോദരനെ വെക്കുന്ന ഖബറാണ്. പടച്ചവനെ, നാളെ ഇതായിരിക്കുമല്ലോ. ഖബർ കണ്ടിട്ട് സഹാബാക്കൾ നബിയും പൊട്ടിക്കാരന്റെ സംഭവം ഉണ്ട്. ഖബർ കുഴിക്കുന്ന കണ്ടിട്ട്, ഖബർ കണ്ടിട്ട് ഖബറിന്റെ മണ്ണെടുത്ത് പിടിച്ചിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് ആ മണ്ണ് മൊത്തം കണ്ണുനീര് കൊണ്ടുവന്ന് കുതിർന്ന സംഭവങ്ങളുണ്ട്. ഇവിടെ ഖബർ കുഴിച്ചിട്ട് അയാളുടെ കൽബൊക്കെ കടുപ്പായി പോയി, കരിങ്കല്ല് പോലെ ആയിപ്പോയി. ഇനി എന്ത് കരയാനാ ഇതിനകത്ത്, എന്ത് കരയാനാ? ഞങ്ങളുടെ പള്ളിയിൽ ഒരാൾ ഖബർ കുഴിച്ചല്ലോ, 17,000 മയ്യത്തടക്കിയിട്ടുണ്ടെന്ന്. 17,000 മയ്യത്തടക്കാണ്. അപ്പൊ അങ്ങനെ ബഹുമാനമുള്ള സഹോദരങ്ങളെ, ആ ഖബറിന്റെ അടുക്കൽ പോയിട്ട് നമ്മൾ ആവശ്യമില്ലാത്ത സംസാരിക്കരുത് കേട്ടോ. സംസാരിക്കല്ലേ, നമ്മുടെ ഈമാൻ നഷ്ടപ്പെടും, നമ്മുടെ അമൽ നഷ്ടപ്പെടും, നമ്മൾ ചെയ്ത ഇബാദത്തുകളൊക്കെ നമുക്ക് വേസ്റ്റ് ആയിട്ട് പോകും. അതുകൊണ്ട് അവിടെ നമ്മൾ സംസാരിക്കാൻ പാടില്ല. അപ്പൊ മസ്ജിദിൽ നമ്മൾ ഒഴിവാക്കേണ്ട കാര്യങ്ങളാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും പറയുകയാണ്, ജന്നിബൂ മസാജിദകും സിബിയാനകും, നിങ്ങൾ മസ്ജിദിൽ നിങ്ങളുടെ കുട്ടികളെ കൊണ്ടുപോകരുതേ. നബിയുനാ റസൂലുള്ളാഹി, നമ്മുടെ കുട്ടികളെ കൂടിയിട്ട് മസ്ജിദിൽ കൊണ്ടുപോകും പള്ളിക്ക് നിസ്കരിക്കാൻ. അവനെ കാണാൻ പിടിച്ചാൽ നിൽക്കും, അവിടെ ഇവിടെ നിർത്തിയിട്ട് ആയിരിക്കും വാപ്പ നിസ്കരിക്കുന്നത്. സുജൂദി പോകുമ്പോ അവൻ 3ാമത്തെ സഫിന്റെ ഇടയിലായിരിക്കും. ഇവന്റെ മൊബൈൽ എടുത്തോണ്ട് അങ്ങോട്ട് പോകും, അവന്റെ വാച്ച് എടുത്ത് ഇങ്ങോട്ട് വരും. സുജൂദി പോകും, തൊപ്പി പോയി ആ തൊപ്പി എടുത്ത് തിരിച്ചെടുത്ത് വെക്കും. ഈ ചങ്ങാതി കൊച്ചു പയ്യ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. എല്ലാരും നിസ്കാരം ബാത്തിലായില്ലേ? മൊയിലിയാരുടെ അടുത്ത് എങ്ങാനും പോയാ ഡ്രൈവറിന് കേടുപാട് പറ്റിയ വണ്ടി മൊത്തം ആക്സിഡന്റ് ആവൂലേ? ഈ കൊച്ചുകുട്ടികളെ കൊണ്ട് പള്ളിക്കകത്ത് പോകാൻ പാടുണ്ടോ? അല്ലെങ്കിൽ അടക്കി ഒതുക്കി മൂലിരിക്കണം, അവിടെ ഇരുന്നോണെന്ന് പറയണം. ഇനി ഇവ ഈ ചങ്ങാതി ഈ കൊച്ചുകുട്ടി അങ്ങോട്ടും ഇങ്ങോട്ട് തിരിയുന്ന കണ്ടിട്ട് ഇവൻ കൈക്ക് പിടിച്ചോട്ടാക്കും, ഇങ്ങോട്ടാക്കും. 3 പ്രാവശ്യം അല്ലെങ്കിൽ അവന്റെ കാരം പോയില്ലേ ഈ ചങ്ങാതി കൊണ്ട്. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ അതുകൊണ്ടാണ് പറഞ്ഞത്, ജന്നിബൂ മസാജിദകും സിബിയാനകും, നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ മസ്ജിദിൽ നിന്ന് മാറ്റി നിർത്തണേ. ഉമർ റളിയല്ലാഹു തആല അൻഹു ഇദാ റആ സിബിയാനൻ യൽഅബൂനൽ മസാജിദ ലറബഹും ബിൽ മിഖ്ഫഖി ഐ അദ്ദിറതി, കുട്ടികൾ പള്ളിയിൽ ഓടുന്നത് ഉമർ റളിയല്ലാഹു തആല അൻഹു കണ്ടാൽ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള വടി കൊണ്ടോ തുണി കൊണ്ടോ കുട്ടികൾ അടിക്കുമായിരുന്നു. ഉസ്താദ് ചൂരലെടുത്ത് വെച്ചിട്ടുണ്ട് മെമ്പറിന് എടുക്കല്. എന്തിനാണ് ഈ കുട്ടികൾ റമദാൻ മാസത്തിൽ വഴക്കുണ്ടാക്കുമ്പോ അടിയുണ്ടാക്കുമ്പോ അടിക്കാൻ വേണ്ടിട്ട് ചൂരല്. ഉമർ റളിയല്ലാഹു തആല നല്ല പൊട്ടി കൊടുക്കുമായിരുന്നു, ആരും ചോദിക്കാൻ വരില്ല. പക്ഷെ മൊയിലിയാരെ അടിച്ചാൽ ചോദ്യം വരും. കൊച്ചു കുട്ടികളെ പള്ളിയിൽ വരുമ്പോൾ മുസ്ലിയാരെങ്ങാണ് അടിച്ചാലുണ്ടായിരിക്കും രംഗം. മൊയിലിയാരെ എന്റെ കുട്ടി അടിക്കാൻ ആരാടാ എന്ന് ചോദിക്കുവാണെങ്കിൽ മൊയിലിയാർ ഉസ്താദെന്നൊക്കെ പിന്നീട്. കൊച്ചുകുട്ടിയല്ലേ അവൻ പള്ളിയിൽ നിന്ന് ഓടിയെന്ന് പറഞ്ഞു, കൊച്ചുകുഞ്ഞല്ലേ. എന്തിനാ ഇതിനൊക്കെ പോകുന്നത്? കുട്ടിക്ക് നിസ്കാരം ആയിട്ടില്ല, പ്രായം ആയിട്ടില്ല, ബാലിഗ് ആയിട്ടില്ല.
ഉപ്പാ പറയുന്ന വാക്ക് കേൾക്കുന്ന ഒരു തർബിയത്ത് എത്തുന്നത് വരെ നിങ്ങൾ ആ കുട്ടിയെ കൊണ്ട് പള്ളിയിൽ വരാൻ പാടില്ല. ബാക്കിയുള്ളവരുടെ നിസ്കാരം ബാത്തിലാക്കി കളയും ഈ കുട്ടികള്. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത് മസ്ജിദിൽ ഒഴിവാക്കേണ്ട കാര്യങ്ങളാണ്. ജന്നിബു മസാജിദകും സിബിയാനകും വമജാനീനകും. മജാനീൻ മന്ദബുദ്ധികള്, 50 പൈസ 70 പൈസ 80 പൈസ കുറഞ്ഞ സാധനങ്ങളൊക്കെ പള്ളിക്കകത്ത് കൊണ്ടുവന്ന നമ്മള് മലക്കളൊന്നും അല്ലല്ലോ അബി. നമ്മളറിയാതെ ചിരിച്ചു പോയാൽ ബാക്കി എല്ലാവരും നിസ്കാരം ബാത്തിലാവൂലേ? ആരെങ്കിലും ഈ കുട്ടികളെ എത്ര മന്ദബുദ്ധികളെ പള്ളിക്കകത്തൊന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത് അറിയോ നിങ്ങൾക്ക്? എത്ര മന്ദബുദ്ധികൾ കൊണ്ടുവരാൻ പാടില്ല. അവരൊക്കെ നിസ്കാരം ഇല്ലല്ലോ, അവർക്ക് നിർബന്ധമില്ലല്ലോ നിസ്കാരം. പിന്നെന്തിനാ അവരെ പള്ളിക്ക് കൊണ്ടുവരുന്നത്? അല്ലെങ്കിൽ പള്ളിയുടെ വെളിയിൽ എവിടെയെങ്കിലും മാറ്റി നിർത്തണം, അവിടെ ഇരിക്കാൻ പറയണം. ജന്നിബു മസാജിദകും മജാനീനകും. അങ്ങനെയുള്ള ബുദ്ധി കുറഞ്ഞവരെ മസ്ജിദിലേക്ക് കൊണ്ടുവരാൻ പാടില്ല. വബൈഅകും വശിറാ. മസ്ജിദിനകത്ത് കച്ചവടമാണ്. പള്ളി വരെ പള്ളിക്കൂടം വരെ കച്ചവടം മസ്ജിദിനകത്ത് പാടില്ല. അത് ഒഴിവാക്കണം. ഒരു സാധനം കളഞ്ഞു പോയാൽ തന്നെ അന്വേഷിക്കാൻ പാടില്ല എന്നാണ്. وبيعكم وشراءكم ورفع أصواتكم. ഈ സഹോദരങ്ങൾ കേൾക്കേണ്ട ഒരു ഹദീസാണിത്. എൻ്റെ മുസ്ലിം സഹോദരങ്ങൾ പ്രത്യേകമായി ഒന്ന് കേൾക്കണേ. ഹബീബായ തങ്ങളാണ് പറഞ്ഞത്. ലോകത്തിന്റെ നേതാവും ലോകത്തിന്റെ ഗുരുഭൂതരുമായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വറഫഅ അസ്വാതികും. മസ്ജിദിൽ ശബ്ദമുയർത്തി സംസാരിക്കുന്നത് ഒഴിവാക്കണേ. നബിയുനാ റസൂലുള്ളാഹി. എത്ര മണി വരെ സമയം? പ്രസംഗത്തിന്റെ സമയം 11 മണി വരെ ഉള്ളു. അപ്പൊ കുറെ വിഷയമൊക്കെ കട്ട് ചെയ്തിട്ട് കേറ്റാം. തർത്തീബായിട്ട് ഇങ്ങനെ പോകണമെങ്കിൽ ഒരുപാട് സമയം എടുക്കും. കുറച്ചൊക്കെ കട്ട് ചെയ്ത് ഉസ്താദ് വരുമ്പോൾ ഞാൻ പോകും കേട്ടോ. എനിക്ക് രാവിലെ നാളെ മാർച്ചൊക്കെ ഉള്ളതാണ്. നമ്മൾ തിരുവനന്തപുരം പള്ളിയിലെ മെയിൻ ഇമാമായിട്ട് ഇവിടെ നിന്ന് 4 മണിക്കൂറൊക്കെ യാത്ര ചെയ്ത് പോകാനുള്ളതല്ലേ. അപ്പൊ പെട്ടെന്ന് ഇവിടെ ശ്രദ്ധിച്ചോളി. മസ്ജിദിൽ ശബ്ദമുയർത്തി സംസാരിക്കാൻ പാടില്ല. അല്ലാഹു റസൂൽ പറഞ്ഞ വാക്കാണ്. അത് ഒഴിവാക്കണം മസ്ജിദിൽ നിന്ന്. നടക്കുന്ന കാര്യമാണോ? പള്ളി കമ്മിറ്റിക്കാർ തമ്മിൽ അടി ഉണ്ടാക്കുന്ന മസ്ജിദിനകത്ത് വെച്ചിട്ടല്ലേ ഈ വേളം ഉണ്ടാക്കിയിട്ട്? എന്താ ബഹളം? വാൾപ്പയറ്റ് മസ്ജിദിനകത്ത് നടത്തരുത്. കത്തിക്കുത്ത്, വാള്, ഇതൊക്കെ പകരം വീട്ടുന്ന പരിചോദിക്കുന്ന പള്ളിക്കകത്താണ്, മസ്ജിദിനകത്താണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ വാക്കുകളെ ഒരു കാലഘട്ടം വരും. ആ കാലഘട്ടത്തിൽ മസ്ജിദിൽ അടിയുണ്ടാകും. നമ്മൾക്ക് നേതൃത്വം നൽകി നമസ്കരിപ്പിക്കാൻ ഒരു ഇമാമ് ഒരു മസ്ജിദിൽ വന്ന് നിൽക്കാൻ പേടിയാകുന്ന ഒരു കാലഘട്ടം വരുമത്രേ. അങ്ങനെ ഒരു കാലം വരാതെ ഖിയാമത്ത് നാൾ സംഭവിക്കൂല. നബിയുനാ റസൂലുള്ളാഹി ലാ യുസല്ലി ബിഹിം ഇമാമൻ. ഒരു ഇമാമിനെ കിട്ടൂല പള്ളിയിൽ നിർത്താൻ. ഒരു ഇമാമിനെ കിട്ടൂല. കാരണം എന്താണ്? ജനങ്ങൾ തമ്മിലടിയാണ്, എപ്പോഴും അവിടെ പ്രശ്നമാണ്. അതുകൊണ്ട് ആ പള്ളിയിൽ ഇമാമായിട്ട് നിൽക്കാൻ ഞാനില്ല. അങ്ങനെ ഒരു കാലം വരുമെന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞു. അത് വന്നില്ലേ? ഇന്ന് നമ്മുടെ മസ്ജിദുകളൊക്കെ എന്താ സംഭവം? ശബ്ദമുയർത്തി സംസാരാണ്. മസ്ജിദിൽപ്പെട്ട കമ്മിറ്റിക്കാരെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു പരാതി പറയണമെങ്കിൽ ആ പരാതി പറയാൻ മാന്യമായിട്ട് എഴുന്നേറ്റ് നിന്നൊന്ന് സംസാരിച്ചാൽ അതിനെ പിടിച്ചിട്ട് ബാക്കിയുള്ളവരൊക്കെ ഭയങ്കര ഉച്ചത്തിൽ സംസാരിക്കും. അതുകൊണ്ട് പൊതുയോഗമാകട്ടെ, മസ്ജിദിന്റെ വിഷയങ്ങളാകട്ടെ, നിങ്ങളുടെ ഏതെങ്കിലും മസ്ജിദിൽ നമസ്കാരം കഴിഞ്ഞാൽ മദ്രസയിലേക്ക് അത് മാറ്റണം, അല്ലെങ്കിൽ വെളിയിലേക്ക് അത് മാറ്റണം. മസ്ജിദിനകത്ത് നിങ്ങൾ സംസാരിക്കരുത്. വെറുതെ അമൽ നഷ്ടപ്പെടും. നമുക്ക് ശാപമിറങ്ങും മസ്ജിദില്. അള്ളാന്റെ റഹ്മത്തിന്റെ മലക്കുള്ള സ്ഥലമാണ്. ഹബീബായ തങ്ങൾ പറഞ്ഞ വാക്കാണ്, ആ മസ്ജിദിൽ കിടന്ന് വേള ഉണ്ടാക്കിയാൽ അത് ആരാണത് ഉണ്ടാക്കുന്നവൻ അവനാണത് അനുഭവിക്കുക. അവന്റെ കുടുംബമാണ് അനുഭവിക്കാൻ പോകുന്നത്. അള്ളാന്റെ വീടാണ്. മലക്കൾ ഇവനെ പഴിക്കും, ശപിക്കും. അവനെ നീ ശപിക്കണേ അല്ലാ, ശപിക്കണേ അല്ലാ, ശപിക്കണേ അല്ലാ എന്ന് പറഞ്ഞ് അവന് വേണ്ടി ശാപ പ്രാർത്ഥന നടത്തും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മസ്ജിദിനകത്ത് വേള ഉണ്ടാക്കാൻ നിൽക്കണ്ട.
നമ്മൾ അപ്പോഴേ ഇറങ്ങി വെളിയിൽ വന്നേക്കണം, അപ്പോഴേ ഇറങ്ങി വെളിയിലേക്ക് വരിക. കമ്മിറ്റി ഉണ്ട്, എല്ലാവരും ജുമാ കഴിഞ്ഞോണ്ട് മദ്രസയിൽ ഒരുമിച്ച് കൂടുക. അവിടെ വന്നിട്ട് വേളം ഉണ്ടാക്കിയ മസ്ജിദിന്റെ പവിത്രത നമ്മൾ കാത്തു സൂക്ഷിക്കണ്ടേ? എത്രത്തോളം എന്ന് വെച്ചാൽ മസ്ജിദിനകത്ത് നമ്മൾ നിസ്കരിക്കാൻ പോകുമ്പോ തന്നെ നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് എന്താ? ഓടി നിങ്ങൾ മസ്ജിദിനകത്തേക്ക് പോയി നമസ്കരിക്കാൻ കൈകെട്ടരുതേ. ഇദാ അതൈതുമുസ്സലാത വഅലൈക്കും ബിസ്സകീന, നിങ്ങൾ നമസ്കരിക്കാൻ വേണ്ടി പോയാൽ മാന്യമായി അദബോടെ മര്യാദയോടെ ഭവ്യതയോടെ പോകണേ. ഇദാ അദ്റക്തും ഫസല്ലു വമാ ഫാത നിങ്ങൾ നടന്നു പോകുമ്പോ നിങ്ങൾക്ക് കിട്ടിയ നമസ്കാരം ആ റക്അത്ത് നിങ്ങൾ അതിൽ പങ്കാളിയാകുക. ഇനി നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ റക്അത്ത് നിങ്ങൾ രണ്ടാമതായി പൂർത്തീകരിക്കുക. ഇമാം റുക്കൂഅ നിൽക്കുന്ന സമയത്ത് ഒളുവെടുത്തിട്ട് വരുമ്പോ പടപടപടപടാന്ന് ഓടിപ്പോവുക. ഇമാം റുക്കൂലാണ്, ഇയാൾ ഓടാണ്, പടക്കെന്ന് ഓടാൻ പാടില്ല. ഒരാൾ നമസ്കരിക്കാൻ വേണ്ടി ഒളുവെടുക്കാൻ നിയത്തി ചെയ്താൽ ഒളുവെടുക്കുന്നത് മുതൽ അവൻ നമസ്കാരത്തിലാണ്. അവന് പേടിക്കണ്ട, അവൻ അതിന്റെ കൂലി അവന് കിട്ടും. അവൻ ഓടാൻ പോകണ്ട, മസ്ജിദിൽ ഓടാൻ പാടില്ല, മസ്ജിദിൽ ഓടി ഇമാമിനെ അനുഗമിക്കാൻ പാടില്ല. ഹദീസാണ്. സമാധാനത്തോടുകൂടി നിങ്ങൾ മസ്ജിദിലേക്ക് പോകണേ. കാരണം അള്ളാഹുവിന്റെ ഭവനമാണ് മസ്ജിദ്, അത് പവിത്രതയുള്ളതാണ്. അതുകൊണ്ട് മാന്യമായി അതിലൂടെ നടക്കണേ. കടക്ക് പിടക്ക് ഓടാനോ ചാടാനോ പാടില്ല മസ്ജിദില്, അതും പാടില്ല. ആ മസ്ജിദും പരിസരവും നിങ്ങൾ വൃത്തിയായി സൂക്ഷിക്കണേ. വെള്ളിയാഴ്ച രാവിലും അതിന്റെ പകലിലും നിങ്ങൾ ബഖൂർ പുകയ്ക്കണേ, സാമ്പ്രാണി പുകയ്ക്കണേ. നബിയുനാ റസൂലുള്ളാഹി പള്ളിയിൽ ഓരോ പള്ളിയിൽ കയറി നാറ്റം അടിക്കും സംഭവം. ഈ മുസല്ലയിൽ ചവിട്ടി ഒതുവെടുത്തിട്ട് ചവിട്ടി ആ നാറ്റം. ഏത് പള്ളിയിലെ അബിവെ ഊത് പോയിക്കുന്നത്? പള്ളിയിൽ ഊത് പോയിക്കണ്ടേ? ഇല്ല, പെണ്ണിന്റെ കുറെ ചാമ്പ്രാണി തിരി കൊണ്ട് കത്തിച്ചു കൊണ്ട് വെക്കും, ചാണാത്തി മുഖ്യ സാധനം. അതുകൊണ്ട് ആ ഒരു സൈക്കിൾ തിരി ഉണ്ടോ അവളിങ്ങനെ ഇരിക്കുന്നതാണ്, അവളെ കണ്ടോണ്ടോ അല്ലാഹു അക്ബർ, അവിടെ മയ്യത്ത് നിസ്കാരവാ. എന്നിട്ട് കത്തിച്ചിട്ട് ആ തിരി അവിടെ കൊണ്ടുവയ്ക്കും, ആ പള്ളിയുടെ ജനലിന്റെ സൈഡിൽ കൊണ്ടുവയ്ക്കും. നമ്മൾ അല്ലാഹു അക്ബർ എന്ന് കൈകെട്ടുമ്പോ അവളുടെ മോന്തയിലോട്ടാ നോക്കുക. ഇതാണ് ഇന്ന് കത്തിച്ചു വെക്കുന്നത്. നല്ല ഊത് വാങ്ങി കത്തിക്ക്. ഗൾഫ് നാട്ടിൽ അറബികൾ കണ്ടില്ല കത്തിക്കുന്നത്. നല്ല ഊത് വാങ്ങിച്ച് കത്തിക്ക്. അതിന്റെ ഉപകരണങ്ങളൊക്കെ കിട്ടുമല്ലോ, നിങ്ങൾ വാങ്ങിക്കൊട്. പള്ളികൾ നല്ല മണം വരട്ടെ. അത്ര വാങ്ങി വെക്ക്. നിസ്കരിക്കുന്നവർ അത് പെരട്ടെ. നിങ്ങൾ വെള്ള വസ്ത്രം ധരിക്കണേ. വെള്ള വസ്ത്രം ധരിച്ച് നിങ്ങൾ നമസ്കരിക്കാൻ പോകണേ. യാ ബനീ ആദമ ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ്. നിങ്ങളുടെ ഓരോ നമസ്കാര വേളകളിലും നിങ്ങൾ ശുദ്ധിയുള്ള വെടിപ്പുള്ള വസ്ത്രം ധരിക്കണേ ആദമിന്റെ മക്കളെ. രാത്രി കിടന്ന് 3 പ്രാവശ്യം മൂത്രമൊഴിച്ച കൈലി കൊടുത്തോണ്ടാ സുബഹിസ്കരിക്കാൻ പള്ളിയിൽ പോകുന്നത് ആണമില്ലാത്ത മനുഷ്യൻ. ഈ കയ്യിൽ കൊടുത്തിട്ട് രാത്രി 2 പ്രാവശ്യം ബാത്റൂമിൽ പോയി എന്തായാലും ഒരു ഡ്രോപ്പ് ഒരു തുള്ളിയൊക്കെ ആയി കാണുമല്ലോ. ഏത് കൊടുത്തിട്ട് പള്ളിക്ക് പോകാന്ന് പറഞ്ഞാൽ പിന്നെ രാവിലെ അവന് മുണ്ട് മാറാൻ എന്താ എത്ര ബുദ്ധിമുട്ട്? മുണ്ട് മാറിട്ട് വെള്ള ഡ്രസ്സ് എടുത്തിട്ട് പള്ളിയിൽ അത്രയൊക്കെ പൂശിട്ട് ഇങ്ങനെ പോകണം. ഒന്നുവെടുത്ത് വീട്ടിൽ നിന്ന് ഒന്നുകൊടുത്തിട്ട് പോകണം. അവന്റെ പോകുന്ന വഴിയിലൊക്കെ മലക്കുകൾ അവന്റെ സഹായമാണ്. ഓരോ ചുവട് വെപ്പിനും കൂലി കൂടുതലാണ്. ഇത് മസ്ജിദിലാവുമ്പോ സഹോദരിമാരെ നിങ്ങൾക്ക് നിങ്ങളുടെ നിസ്കാരത്തിനുള്ള അറയിലേക്കാണ് ഇതിന്റെ മൊത്തം മസല. നിങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങളിപ്പോ വിചാരിക്കും ഞങ്ങൾക്കിപ്പോ പള്ളിയിൽ പോകണോ അതോ ഞങ്ങൾ വീട്ടിനകത്ത് നിസ്കരിക്കാൻ നിങ്ങൾക്ക് ഒരു പ്രത്യേകമായ സ്ഥലം. ആയിഷ റളിയല്ലാഹു തആല അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ആയിഷ ബീവി പറയുകയാണ്, അമറനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ നത്തഖിദൽ മസാജിദ ഫിദ്ദുവരി വ അൻ തുതയ്യബ വ തുനല്ലഫ. ആയിഷ ബീവി പറയുകയാണ്, നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങൾക്ക് വീടുകളിൽ ഒരു പള്ളി നിർമ്മിക്കാൻ നബി തങ്ങൾ ഞങ്ങളോട് പറഞ്ഞു. ആ പള്ളിയും പരിസരവും വൃത്തിയായി വെടിപ്പായി സൂക്ഷിക്കാനും ഹബീബായ തങ്ങൾ ഞങ്ങളോട് കൽപ്പിച്ചു. എന്ന് പറഞ്ഞാൽ വീട്ടിനകത്ത് നിങ്ങൾ വലിയൊരു ഖുബ്ബയൊക്കെ ഉണ്ടാക്കി പള്ളി ഉണ്ടാക്കണമെന്നല്ല സഹോദരിമാരെ. നമസ്കരിക്കാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു നമസ്കാര മുറി ഉണ്ടാക്കണേ. അതാണ് പറഞ്ഞ നമസ്കാര മുറി. അത് വൃത്തിയായി സൂക്ഷിച്ചു വെക്കണം.
നിസ്കാര മുറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പല വീടുകളിൽ. ഇപ്പൊ അതൊക്കെ ഗോഡൌൺ ആക്കി മാറ്റി. കാരണം എന്താ? നിസ്കരിക്കാൻ ആളില്ല. ഗോഡൌൺ ആക്കി മാറ്റി. ഞാൻ പല വീടുകളിലും പോയിട്ടുണ്ടല്ലോ ഭക്ഷണം കഴിക്കാനൊക്കെ. ചെറിയൊരു റൂം ഇങ്ങനെ കർട്ടൻ ഇട്ടടിച്ചിട്ട് എന്താ അത് നിസ്കാര റൂമായിരുന്നു ഉസ്താദ്. ഇപ്പൊ അങ്ങനെ അതങ്ങനെ ഉപയോഗിക്കാറില്ല. അതൊക്കെ നോക്കുമ്പോൾ പൊക്കി നോക്കുമ്പോൾ പഴയ ബർമൂട അടിയാധാരമൊക്കെ അതിനകത്ത് ഇരിപ്പുണ്ട്. അവരെ പൊട്ടിയ വാറുള്ള ചെറുപ്പുകൾ, അത് പഴയ ഷൂസുകൾ, ഇവന്മാരുടെ വറുമൂടകളൊക്കെ അതിനകത്ത് ഇട്ടൊക്കെയാണ്. പഴയ പൊട്ടിപ്പോയ ഐസ് പോയ TV ഒക്കെ എല്ലാം എടുത്ത് അതിനകത്ത് ഇട്ടൊക്കെയാണ് സംഭവം. നിസ്കാരത്തിന് വേണ്ടി സഹോദരിമാർക്ക് അപ്പൊ അവർക്ക് എഴുത്തിക്കാഫിരിക്കാനും അവരുടെ നിസ്കാരത്തിനെല്ലാം കൂടെ റൂമാവും. ആ റൂമിൽ എപ്പോഴും മലക്കളുടെ സാന്നിധ്യം ഉണ്ടാവും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് ആ വീട്ടിൽ പിന്നെ TVയും കോലാഹലങ്ങളും പാടില്ല. അവിടെ കളിയും ചെയ്യണം. മലക്കൾ തിരിഞ്ഞിരുന്ന് ശപിക്കും നിങ്ങളെ. അതുകൊണ്ടായിരിക്കാം ഈ നിസ്കാര മുറി അങ്ങ് മാറ്റിയത്. എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വീട്ടിൽ നിങ്ങൾക്ക് നമസ്കരിക്കാൻ ഒരു മുറി ഉണ്ടാക്കി അത് വൃത്തിയായിട്ട് സൂക്ഷിക്കണം. എന്നിട്ട് അവിടെ നിങ്ങൾ നിസ്കരിച്ചോ, അതിന് നിങ്ങൾ എത്തിക്കാതിരുന്നോ, ഈ പറഞ്ഞ സവാബുകളൊക്കെ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ഒന്നും എടുത്തിട്ട് അതിലേക്ക് പോകുമ്പോൾ ഈ പറഞ്ഞ പോലുള്ള കൂലികളെല്ലാം നിങ്ങൾക്ക് അവിടെയും കിട്ടും. അതാണ് നബി തങ്ങൾ പറഞ്ഞത്. ശുദ്ധിയാക്കാൻ വെടിപ്പാക്കാൻ. പരിശുദ്ധമായ മസ്ജിദുകൾ ശുദ്ധിയാക്കൽ കമ്മിറ്റിക്കാരുടെ ഉത്തരവാദിത്തമാണ്. കമ്മിറ്റിക്കാര് കസേര കയറി ഇങ്ങനെ കറങ്ങിയിട്ട് ഇയാളോടെ പോയിരുന്നല്ലോ, ബുധനാഴ്ച പോയിട്ട് വ്യാഴാഴ്ച രാവിലെ വരാൻ പറഞ്ഞിട്ട് നീ എന്താ പറയാഞ്ഞ്? ഭരിക്കാനുള്ള ആളല്ല കമ്മിറ്റി. നല്ലപോലെ കേട്ടോ. ഒരു 10 മിനിറ്റ് അതിനെ കുറിച്ച് നല്ലപോലെ ശ്രദ്ധിച്ച് കേൾക്കണം. ഒരുപാട് ഇടയ്ക്ക് പറയാണ്ട് സമയമില്ല. 11 മണിക്ക് നിർത്താനുള്ളതുകൊണ്ട് ഞാൻ പടപെടാന്ന് ഓടിച്ചുവിടാണ് സംഭവം. പ്രവാചകന്മാരുടെ പണിയാണ് മസ്ജിദ് പരിപാലനം. പ്രവാചകന്മാരുടെ പരിപാടിയാണ്, പണിയാണ് മഹല്ല് പരിപാലനം. അത് ആദ്യം ശ്രദ്ധിച്ചോ. പ്രവാചകന്മാരുടെ പണിയാണ്. وعهدنا إلى إبراهيم وإسماعيل أن طهرا بيتي للطائفين والعاكفين والركع السجود. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബിയോടും മകൻ ഇസ്മായിൽ നബിയോടും അള്ളാഹുവിന്റെ കൽപ്പനയാ, ഏ ഇബ്രാഹിമേ, ഇസ്മായിലേ, നമസ്കരിക്കാൻ വരുന്നവർക്കും ഇഅ്തികാഫിരിക്കാൻ വരുന്നവർക്കും റുകൂഉം സുജൂദ് ചെയ്യാനും തവാഫ് ചെയ്യാൻ വരുന്നവർക്ക് ഈ മസ്ജിദ് നിങ്ങൾ വൃത്തിയായി വെടിപ്പായി സൂക്ഷിക്കണേ. അന്തഹിറാ, അവരോട് രണ്ടുപേരോടുമുള്ള കൽപ്പനയാണ്, നിങ്ങളത് വൃത്തിയായി സൂക്ഷിക്കണേ. ബൈത്തി, അതെന്റെ വീടാണ്, എന്റെ വീടാണ്, എന്റെ ഭവനമാ. ഈ കമ്മിറ്റി ഭാരവാഹികളെ, പരിപാലന സമിതി അംഗങ്ങളെ, ഭരണസമിതി അംഗങ്ങളെ, മഹല്ലിൽ കയറിയിരിക്കാൻ കൊതിക്കുന്നവരെ, നിങ്ങളോടാണ് അള്ളാഹു പറഞ്ഞത്, അന്തഹിറാ ബൈത്തി, എന്റെ വീട് നിങ്ങൾ ശുദ്ധിയാക്കണേ, വൃത്തിയാക്കണേ. ബൈത്തി, അല്ലാഹു പറഞ്ഞ വാക്കാണ്. എന്റെ വീടാ പള്ളി, മസ്ജിദ് എന്റെ വീടാണ്. അള്ളാഹു ഒരു സമൂഹത്തിൽ ഒരു നാശം വിതയ്ക്കാൻ തീരുമാനിച്ചാൽ മസ്ജിദ് ഭാരവാഹികളെ നോക്കും, മസ്ജിദ് കമ്മിറ്റി അംഗങ്ങളെ നോക്കും. അവർ നല്ല സ്വഭാവക്കാരും ആ മസ്ജിദിനോടുള്ള ഉത്തരവാദിത്തം നിറവേറ്റുന്നവരുമാണെങ്കിൽ അവരിൽ നിന്നും ആ നാട്ടിൽ നിന്നും അള്ളാഹു ഇറക്കാൻ നിശ്ചയിച്ച ശിക്ഷ അള്ളാഹു ഒഴിവാക്കി കളയുമത്രേ. അള്ളാഹു തആല ഒരു നാട്ടിൽ ശിക്ഷ ഇറക്കാൻ തീരുമാനിക്കുമ്പോൾ ആദ്യം അള്ളാഹ് നോക്കുന്നത് അള്ളാന്റെ വീട്ടില് പരിപാലന സമിതി അംഗങ്ങൾ എങ്ങനെയുണ്ട് അതാ നോക്കുക. അതാണ് അള്ളാഹ് നോക്കുന്നത്. തമ്മിൽ അടിയാണ്, കസേരയ്ക്ക് വേണ്ടി കടിച്ചു കീറാണ്, പരസ്പരം പാരവെപ്പാണ്, കുതിങ്കാല് വെട്ടാണ്, അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ പാരയാണ്, തള്ളലാണ്, പുഷിംഗ് ആണ്, പുള്ളിംഗ് ആണ്. ഇതൊക്കെയാണെന്ന് മനസ്സിലാക്കിയാൽ ആ നാട്ടിൽ അള്ളാന്റെ ശിക്ഷ ഇറങ്ങും. ആ നാട്ടിൽ അള്ളാന്റെ ശിക്ഷ ഇറങ്ങുന്നത് ഏറ്റവും വലിയ തെളിവാണ് നമ്മളിപ്പോ കടന്നു ഓടുന്നത്. എല്ലാ പള്ളികളിലും ആളുകളിലും പ്രശ്നങ്ങളാണ്. നാട്ടിൽ പ്രശ്നം, രോഗം, പെട്ടെന്നുള്ള മരണം, ക്യാൻസറുകള്, കടങ്ങള്, ദുരിതങ്ങള്, ദുഃഖങ്ങള്, എല്ലാം കൊണ്ട് ഒരു സമാധാനം ഇല്ല, ഒരു റാഹത്തും ഇല്ല.
ദുആ ചെയ്തിട്ട് ഇജാബത്ത് കിട്ടുന്നില്ല, മനസ്സമാധാനമില്ല. ഒരു മഹല്ലുകളിലും നിസ്കരിക്കാൻ പോയാൽ ജുമാ കഴിഞ്ഞ ഉടനെ അടുത്തടി, ജുമാ കഴിഞ്ഞ ഉടനെ ബഹളാണ്. എത്ര പറഞ്ഞാലും കേൾക്കൂല. എന്താ ഈ മസ്ജിദ്? ഈ മസ്ജിദ് ആരുടേതാണ്? ഈ മസ്ജിദിന്റെ പവിത്രത മനസ്സിലാക്കുന്ന ഒരു വ്യക്തി ഈ മസ്ജിദിൽ വന്നിട്ട് വഴക്കുണ്ടാക്കുവോ? അതിന് യോഗ്യരായവരെ പിടിച്ച് പള്ളിക്കകത്ത് കയറ്റിയിരുത്ത്. അയോഗ്യരായവരെ കയറ്റിയിരുത്തിട്ടല്ല ഈ പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടാക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം ആരായിരിക്കണം, ആരാണ് യോഗ്യൻ, ആരാണ് അയോഗ്യൻ. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്, മാ കാന ലിൽ മുശ്രികീൻ അയഅ്മുറൂ മസാജിദല്ലാഹ് ഷാഹിദീന അലാ അൻഫുസിഹിം ബിൽ കുഫ്ർ ഉലൈക ഹബിതത് അഅമാലുഹും വഫിന്നാരി ഹും ഖാലിദൂൻ. മുശ്രിക്കീങ്ങൾക്ക് അല്ലാഹുവിന്റെ മസ്ജിദ് പരിപാലിക്കാൻ അനുവാദമേ ഇല്ല. നമ്മളെന്ന് പരിശോധിക്കുമ്പോൾ നമ്മുടെ മഹല്ലിലെ മുശ്രിക്കീങ്ങളല്ലല്ലോ മസ്ജിദ് പരിപാലിക്കുന്നത്. നമ്മുടെ കമ്മിറ്റി പ്രസിഡന്റ്, സെക്രട്ടറി, 21 ഭാരവാഹികൾ അവർ മുശ്രിക്കീങ്ങളല്ല, എന്നാൽ അവർ മുസ്ലിമീങ്ങളാണ്. മുശ്രിക്കീങ്ങൾ എന്ന് പറയുമ്പോൾ എന്റെ സഹോദരങ്ങൾ ചിന്തിച്ചു പോകുന്നത് ബഹുദൈവ ആരാധകരെ കുറിച്ചാ. അല്ല അല്ല, അത് മാത്രമല്ല. ഒരു ഹദീസ് ഞാൻ പറയുന്നത് സഗൗരവത്തോടെ നിങ്ങളൊന്ന് കേൾക്കണേ. ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, മൻ ശരിബൽ ഖംറ ബിന്നഹാർ മാ വല്ല മുശ്രികാ വമൻ ശരിബൽ ഖംറ ബില്ലൈൽ ബാത മുശ്രികാ. ഒരു പള്ളി കമ്മിറ്റി അംഗം പകൽ സമയത്ത് അവൻ മദ്യപിച്ചാൽ അവൻ മുശ്രിക്കായി മാറി. അവൻ രാത്രി മദ്യപിച്ചിട്ടാണ് അവൻ ഉറങ്ങുന്നതെങ്കിൽ അവൻ മുശ്രിക്കായി മാറിയെന്ന് നബിയുനാ റസൂലുള്ളാഹി. അവൻ പള്ളി ഭരിക്കാനോ പള്ളിയുടെ മുറ്റത്തിൽ കയറാനോ പള്ളിയുടെ വരാന്തയിൽ വരാനോ പള്ളിയുടെ ഓഫീസിൽ കയറാനോ അവന് യോഗ്യതയേ ഇല്ല. അവനെ ആരാണോ യോഗ്യതയുള്ളവനായി കണ്ടുപിടിച്ച് ആ പള്ളിക്കകത്തേക്ക് കയറ്റിവിടുന്നത് അത് ഖിയാമത്തിന്റെ അടയാളമായിരിക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. മുശ്രിക്കെന്ന് പറഞ്ഞാല് ശങ്കുണ്ണിയും അയ്യപ്പനും ദേവദാസും ഒന്നുമല്ല. സുലൈമാൻ കാക്ക പള്ളിയുടെ മെമ്പറാ. അവൻ പോയിട്ട് ഒരു സ്കോച്ച് അടിച്ചു, വെള്ളം അടിച്ചു. അവൻ പള്ളിയുടെ മെമ്പറാണ്, ആ പള്ളിയുടെ കമ്മിറ്റിക്കാരനാണ്. അവൻ മുശ്രിക്ക് തന്നെയാണ്, യാതൊരു സംശയമില്ല, യാതൊരു സംശയമില്ല. ബക്കറ്റ് എടുക്കാൻ എന്താ പേടിയിരുന്നു? പള്ളി കമ്മിറ്റിക്കാരെ കുറിച്ച് പറയുമ്പോൾ ആരും പൈസ ആരാതെ പോകുന്ന പേടിയാണോ? ഞാൻ തരാൻ പൈസ, സമാധാനപ്പെട്ടവിടെ പോയി നിങ്ങൾ എഴുന്നേറ്റ് പോവോ? അങ്ങനെ പിന്നെന്ത് സമാധാനപ്പെടപ്പോ ബക്കറ്റ് അവർ നിറച്ചു തരും. നിങ്ങൾ സമാധാനപ്പെടുക. പറയട്ടെ വിഷയം. ഒരു ദിവസത്തെ പരിപാടിയല്ല. എന്നെ വിളിച്ച് ഇത്രയും ദൂരത്ത് കൊണ്ടുവന്നിട്ട് രണ്ട് കാര്യം പറയാതെ പിന്നെ എന്നാ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. സബൂർ സബൂർ ബക്കറ്റൊക്കെ നിറയും അല്ലേ? പറയണ്ട. എന്താ ബക്കറ്റ് ഒരിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞെന്താ? അപ്പൊ ഒരു മുശ്രിക്ക് എന്ന് പറഞ്ഞെന്താ? പകൽ സമയത്ത് ഒരാൾ വെള്ളം അടിച്ചാൽ, കഞ്ചാവ് കഴിച്ചാൽ അവൻ മുശ്രിക്കായി. 40 ദിവസം വരെ അവന്റെ ഒരു ഇബാദത്ത് അല്ലാഹു സ്വീകരിക്കൂല. 40 ദിവസം വരെ. من شرب الخمر أعرض الله عنه 40 ليلة. ഒരാൾ മദ്യപിച്ചാൽ 40 ദിവസം അല്ലാഹു അവനിൽ നിന്ന് തിരിഞ്ഞു കളയുമത്രേ. من شرب الخمر نزع الله من قلوبهم الإيمان. ആരെങ്കിലും മദ്യപിക്കുകയോ കഞ്ചാവ് കഴിക്കുകയോ ചെയ്താൽ അവന്റെ ഖൽബിൽ നിന്ന് അല്ലാഹു ഈമാൻ പറിച്ചു കളഞ്ഞു. ആ 40 ദിവസത്തിനുള്ളിൽ അവൻ മരിച്ചാൽ ഫഹുവ ഫിന്നാർ. അവൻ നരകത്തിന്റെ അവകാശിയാണ്, കാരണം ഈമാൻ ഇല്ലാത്തവനായി. നഊദു ബില്ലാഹി, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ചിന്തിക്കണം. പള്ളി കമ്മിറ്റി അംഗങ്ങൾ വെള്ളമടിച്ചവനെ, പലിശക്കാരനോ, ലോട്ടറി കച്ചവടക്കാരനുണ്ടെങ്കിൽ പിന്നെ അവനെ കൊണ്ട് എന്താ ഫായിദ? മസ്ജിദിൽ ബർക്കത്ത് ഉണ്ടാവില്ലല്ലോ. നിസ്കാരം ഇല്ലാത്തവൻ മസ്ജിദിൽ വന്നാൽ, നിസ്കാരം ഇല്ലാത്തവൻ ശാഫി മദ്ഹബ് അനുസരിച്ച് മന്ദറക്ക സലാത്ത ഫഖദ് കഫറ, അവൻ മുശ്രിക്കാണെന്നാണ്. നിസ്കാരം ഇല്ലാത്തവൻ പിന്നെ കാഫിർ എന്ന് പിന്നെ പറഞ്ഞ വാക്കുന്നത്. നിസ്കാരം ഇല്ലാത്തവൻ പിന്നെ മസ്ജിദിന്റെ ഉത്തരവാദിത്തം വഹിക്കാൻ പറ്റുമോ? ആരാ മസ്ജിദിന്റെ ഉത്തരവാദിത്തം വഹിക്കേണ്ടത്? ആരാണ്? ആരെ കയറ്റി ഇരുത്തണം? ഈ മസ്ജിദിൽ അർഹനായവരെ കയറ്റി ഇരുത്താത്ത നിങ്ങൾക്കും അള്ളാന്റെ ഭാഗത്ത് നേടിയാണ്. അതോർത്തോ.
നിങ്ങൾ വിചാരിക്കും നമ്മൾ വാള് കേൾക്കുന്ന നിങ്ങള്, വോട്ട് ചെയ്യുന്ന നിങ്ങൾ ഇവരെ കയറ്റിയിരുത്തുന്നു, അവര് നിസ്കാരമില്ല, ഇവര് നിസ്കാരം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വെടി കിട്ടും. കാരണം ഒരു അതിഥി ഞാൻ പറഞ്ഞുതരാം. നിങ്ങളൊരു വോട്ട് ചെയ്തിട്ടാണ് ഒരു നമസ്കാരമില്ലാത്ത താരിഖ് സ്വലാത്തിനെ, ഒരു അയോഗ്യനായ ഒരു വ്യക്തിയെ സ്വാധീനത്തിന്റെ പേരിൽ നിങ്ങൾ പള്ളിയുടെ കമ്മിറ്റിയിലേക്ക് കയറ്റിയതെങ്കിൽ എന്റെ സഹോദര, അവൻ ചെയ്യുന്ന ഓരോ തെറ്റുകൾക്കും നിന്റെ ATM-ലും ഓരോ നാണയം വീണുകൊണ്ടിരിക്കും. ഓരോന്ന് വീണുകൊണ്ടിരിക്കും. മനസ്സിലായില്ലേ? ഓരോന്ന് വീണുകൊണ്ടിരിക്കും. നീയാണ് അവനെ കയറ്റിവിട്ടത്. എന്തിനു കയറ്റിവിട്ട്? ഒരൊറ്റ വാക്ക് മതി. നോക്കുമ്പോ സുബൈർ ചിട്ടി കച്ചവടക്കാരനാണ്, പലിശ കച്ചവടക്കാരനാണ്, അല്ലെങ്കിൽ കവറുപാല് കച്ചവടം, മറ്റേ ഐറ്റം കച്ചവടം. കവറുപാല് സാധാ കവറുപാലല്ല, മറ്റേത് കിറുക്കം വരുന്ന കവറുപാല് കച്ചവടം. എന്റെ കച്ചവടക്കാരാണ്. എല്ലാവരും തക്കുപേർ വിളിച്ചു, കൈപൊക്കി, യാ അല്ലാഹ് കയറ്റിയിരുത്തി. കമ്മിറ്റിയിൽ കയറിയിരുത്തിയതിന്റെ ഉത്തരവാദിത്തം ഈ കൈപൊക്കിയവന്മാർക്കെല്ലാം നാളെ അല്ലാഹുവിന്റെ കോടതിയിലുണ്ട്. ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ കട്ടുപാരിയിട്ടില്ല, ഞാൻ മുടിച്ചിട്ടില്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല, നീ ചെയ്തിട്ടില്ല. നീ കൈപൊക്കിയത് കൊണ്ടാണ് അവൻ അവിടെ കയറിയത്. നീ എന്തിനു കൈപൊക്കാൻ പോയി? നീ കൈപൊക്കിയത് കൊണ്ട് അവിടെ കയറി. ഒരു ചെറിയ ഒരു വാക്ക് കൊണ്ട് ഒരാൾക്കൊരു തെറ്റിലേക്ക് നീ പ്രചോദനം നൽകിയാൽ, നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇദാ ളുയ്യത്തിൽ അമാനതു ഫന്തളിരിസാ, അമാനത്ത് നഷ്ടപ്പെട്ടാൽ ഖിയാമത്ത് നാളിനെ നിങ്ങൾ പ്രതീക്ഷിക്കണേ. ഖീല യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, വമാ ഇളാഅതുഹാ, ആ അടയാളം എന്താണ്? എങ്ങനെയാണ് അമാനത്ത് നഷ്ടപ്പെടുത്തുക നബിയേ? ഉടനെ അല്ലാഹുവിന്റെ റസൂൽ മറുപടി പറയുകയാണ്, ഇദാ ഉസ്സിദൽ അംറു ഇലാ ഗൈരി അഹ്ലിഹി ഫന്തളിരിസാ, അനർഹനെ അധികാരത്തിന്റെ കസേരയിലേക്ക് കയറാൻ നിങ്ങൾ ശ്രമിച്ചോ, അതിനു വേണ്ടി പരിശ്രമിച്ചോ, ഖിയാമത്തിനെ നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളുക. അടയാളം ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന അനർഹന്മാർ അധികാരത്തിൽ കയറി, അത് പള്ളിയിലായാലും മസ്ജിദിലായാലും കേന്ദ്രത്തിലായാലും കേരളത്തിലായാലും എവിടെയായാലും, പഞ്ചായത്തിലായാലും മുനിസിപ്പാലിറ്റി ആയാലും വാർഡിലായാലും എവിടെയായാലും അനർഹൻ അധികാരത്തിൽ കയറി കഴിഞ്ഞാൽ അള്ളാന്റെ ശിക്ഷ ഇറങ്ങും. 6 കാര്യങ്ങൾ വരുന്നതിന് മുമ്പ് അള്ളാഹുവിലേക്ക് നിങ്ങൾ അടുക്കണേ. അതിലൊന്നാമത് നബി തങ്ങൾ പറഞ്ഞു, ഇമാറത്ത സുഫഹാ, വിഡ്ഢികൾ ഭരിക്കുന്ന ഒരു കാലം വരുന്നതിന് മുമ്പ് അള്ളാഹുവിലേക്ക് നിങ്ങൾ അടുത്തു വരയണമേ. ഇന്ന സയഅതി അലന്നാസി സനവാതുൻ ഖദ്ദാദ്, ഒരു കാലം എന്റെ സമൂഹത്തിന്റെ മേൽ സംജാതമാകുമത്രേ. ആ കാലഘട്ടത്തെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വഞ്ചനയുടെയും ചതിയുടെയും കാലഘട്ടമായിരിക്കും അത്രേ. യുസദ്ദഖു ഫീഹൽ കാദിബു, കള്ളം പ്രചരിപ്പിക്കുന്നവനെയും കള്ളന്മാരെയും സത്യസന്ധന്മാരായി ചിത്രീകരിക്കപ്പെടുന്ന കാലഘട്ടമായിരിക്കും. വയുതമനു ഫീഹൽ ഖായിനു, ചതിയന്മാരെ വിശ്വസ്തനായി അംഗീകരിക്കപ്പെടുന്ന കാലഘട്ടമായിരിക്കും. വിശ്വസ്തന്മാരെ കള്ളന്മാരായി മുദ്ര കുത്തപ്പെടുന്ന കാലഘട്ടമായിരിക്കും അത്രേ. വയതകല്ലമു ഫീഹിം അർവൈബിളാ, ആ കാലഘട്ടത്തിൽ സമൂഹത്തിന്റെ പൊതുവായ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഒരു സമൂഹം രംഗത്തേക്ക് കടന്നു വരുമത്രേ. ഖീല യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് ചോദിക്കുകയാ, വമർ റുവൈബിളാ, റുവൈബിള എന്ന് പറഞ്ഞാൽ ആരാണ് നബിയേ? യതകല്ലമു ഫീ അംരിൽ ആമ്മാ മല്ലം യതകല്ലം ഖബ്ലു, ഇന്നേ വരെ പള്ളിയുടെ തിരുമുറ്റം പോലും കാണാത്തവൻ ഈ പള്ളിയുടെ മുഴുവൻ അംഗങ്ങളുടെയും ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അവരുടെ പൊതുവായ കാര്യങ്ങളെ ചർച്ച ചെയ്യാനും അവരുടെ കടിഞ്ഞാൻ പിടിക്കാനും കമ്മിറ്റി ഓഫീസിലെ കറക്ക് കസേരയിൽ കയറിയിരിക്കുന്നവൻ, അവനാണ് വഞ്ചകൻ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ആ കാലം വന്നാൽ അത് വഞ്ചനയുടെയും ചതിയുടെയും കാലമായിരിക്കും സഹാബാ. നബിയുനാ റസൂലുള്ളാഹി ഇന്ന് വരെ പള്ളിയുടെ മുറ്റം കണ്ടിട്ടില്ല, പള്ളിയുടെ മെഹ്റാബിന്റെ പെയിന്റ് എന്താന്ന് പോലും അവനറിയില്ല.
ഒന്നും അറിയില്ല. അവൻ കയറി വരും പള്ളിയിൽ സംസാരിക്കാൻ. അവനായിരിക്കും പൊതുവായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്, ഈ സമൂഹത്തിന്റെ കാര്യങ്ങൾ മുഴുവൻ ചർച്ച. അപ്പൊ ചില ആൾ നിനക്കെന്തടാ അവകാശം, നിസ്കരിക്കാത്ത നിനക്കെന്തടാ അവകാശം, നീ വരെ ഇന്ന് വരെ പള്ളി കണ്ടിട്ടോടാ. അപ്പൊ ചോദിക്കും എന്റെ വാപ്പാടെ വകയാന്നോടാ പള്ളി, എന്റെ വാപ്പ ഇതിനകത്ത് തങ്ങവാടാ. ഇവൻ അങ്ങോട്ട് തുടങ്ങും, തിരിച്ചങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങോട്ട് ഇങ്ങോട്ട്. എന്തായി സംഭവം? നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു ആ ഒരു കാലം അടിപിടി കടിപിടി അങ്ങനെ ഒരു കാലം വന്നാൽ അത് വഞ്ചനയുടെ കാലമായിരിക്കും. അന്ന് മസ്ജിദിൽ ശബ്ദങ്ങൾ ഉയർന്നു കേൾക്കാം. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞു വാൾപ്പയറ്റ് മസ്ജിദിനകത്ത് ഉണ്ടാകാൻ പാടില്ല എന്ന്. അറിയാലോ നബി തങ്ങൾക്ക് 21-ാം നൂറ്റാണ്ടിൽ പള്ളിക്കകത്ത് കസേരയ്ക്ക് വേണ്ടി വാൾപ്പയറ്റ് ഉണ്ടാകുന്നത് അറിയാം. അതുകൊണ്ടല്ലേ അങ്ങനെ പറഞ്ഞത്. ഒരു കാര്യം ഓർത്തോ, അള്ളാന്റെ റസൂല് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, മസ്ജിദ് പരിപാലിക്കുന്നവർ ഒന്നുകിൽ പ്രവാചകന്മാരുടെ കൂലിയുള്ളവരായിരിക്കും. ഇബ്രാഹിം നബി പരിശുദ്ധമായ കഅബ പണിത് പൂർത്തിയാക്കിയിട്ട് ആ കഅബയിലേക്ക് നോക്കി ദുആ ചെയ്തില്ലേ? വഇദ് യർഫഉ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈതി വഇസ്മാഈൽ. ഇബ്രാഹിമും മകൻ ഇസ്മാഈലും പരിശുദ്ധമായ കഅബ പണിത് പൂർത്തിയാക്കിയതിനു ശേഷം ആ കഅബയിലേക്ക് നോക്കി അവർ ദുആ ചെയ്യുകയാണ്, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുവേ ഈ ഭവനം നീ ഏറ്റെടുക്കണേ അല്ലാ, ഏറ്റെടുക്കണേ അല്ലാ, ഞങ്ങളിൽ നിന്ന് ഇത് സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. ഇന്നേ വരെ നമ്മുടെ മഹല്ലുകളിൽ സ്ഥാനം പിടിച്ച ഏതെങ്കിലും കമ്മിറ്റി അംഗങ്ങൾ അവർ കമ്മിറ്റിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത്, റബ്ബേ നിന്റെ പള്ളിയാണ്, നിന്റെ മസ്ജിദാണ്, നിന്റെ വീടാണ്, എനിക്കിതിൽ കയറിയിരിക്കാൻ ഒരു യോഗ്യതയുമില്ല, അർഹതയുമില്ല, പക്ഷേ ഈ ജനങ്ങൾ എന്നെ ഈ കസേര ഏൽപ്പിക്കുകയായി അല്ലാ, അതുകൊണ്ട് ഞാൻ നിന്റെ ദർബാറിൽ മുട്ടുകുത്തി വീഴുകയാണ്, ഞാൻ എന്റെ നെറ്റിത്തട സമർപ്പിക്കുകയാണ്. പടച്ചവനേ ഇത് നീ സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ, എന്നെ നീ സഹായിക്കണേ അല്ലാ, ഈ പണി നിന്റെ പൊരുത്തത്തോട് കൂടി പൂർത്തിയാക്കാൻ എന്നെ നീ സഹായിക്കണേ എന്ന് ഏതെങ്കിലും ഒരു ഭാരവാഹി ദുആ ചെയ്തിട്ടുണ്ടോ? പള്ളി കമ്മിറ്റിയിൽ അധികാരത്തിൽ കയറിയിട്ട് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ഇങ്ങനെ ദുആ ചെയ്ത ഏതെങ്കിലും ഒരു കമ്മിറ്റി അംഗങ്ങൾ ഈ മജ്ലിസിൽ ഇരിപ്പുണ്ടെന്ന് കൈപൊക്ക്. ഞാൻ എല്ലായിടത്തും പോയിട്ട് ഒന്ന് പ്രസംഗിക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് കൈപൊക്ക്. കള്ളത്തരം പറഞ്ഞു പൊക്കരുത്, അള്ളാഹ് മോളിൽ നിന്ന് ഇടിയരും. ഇബ്രാഹിം നബി പള്ളി കമ്മിറ്റിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തപ്പോൾ ചെയ്ത ദുആ അതാണ്. നമ്മള് കസേര കയറിയിരിക്കാനല്ലേ നമുക്ക് ആഗ്രഹം, ദുആ ചെയ്യണ്ടേ? അല്ലാഹ് നിന്റെ ഉത്തരവാദിത്തം 2 വർഷം എന്നെ ഏൽപ്പിച്ചു, എനിക്കിനി ഉറക്കമില്ലാത്ത ദിവസങ്ങളാണ് പടച്ചവനെ. എന്തെങ്കിലും ഒരു ബൾബ് പീസായി പോയാല്, ബാത്റൂമിന്റെ കുറ്റി പോയാല് പടച്ചവൻ നീ എന്നോട് ചോദിക്കുമല്ലോ പടച്ചവനെ. എത്ര പള്ളിയുടെ ബാത്റൂമിന്റെ കുറ്റിയാ പോയി കിടക്കുന്ന ഏതെങ്കിലും കമ്മിറ്റിക്കാർ അന്വേഷിക്കണം. ക്ലോസറ്റ് വെള്ള ക്ലോസറ്റ് ആയിരുന്നു, മഞ്ഞ കളറായി. ഇന്ന് വരെ തിരിഞ്ഞു നോക്കുന്നുണ്ടോ? ഫ്ലഷ് വർക്ക് ചെയ്യുന്നില്ല, ബാത്റൂമില് വർക്ക് ചെയ്യുന്നില്ല, ഡോറിന് 4-3 ഓട്ടയുള്ളത്. ഇവൻ ചുയിങ്കം വാങ്ങിക്കൊണ്ട് പോയി ചുയിങ്കം നിന്നിട്ട് അത് ഒട്ടിച്ചു വയ്ക്കുകയാണ്. ചുയിങ്കം ഒട്ടിച്ചു വയ്ക്കുക കാണാതിരിക്കാൻ. നമ്മ അപ്പുറത്തുനിന്നോണ്ട് നോക്കും, സ്കാനും ചെയ്ത് നോക്കും ആരാ അതിനകത്ത് ഇരിക്കുന്നതെന്ന്. ചെലന്തി വല പിടിച്ച് മൊത്തം കിടക്കാണ്. തൊപ്പിയില്ലാതെ പോയി തിരിച്ചു വരുമ്പോൾ തൊപ്പിയോട് കൂടി ഇറങ്ങി വരാണ്. മൊത്തം ആവരണം ചെയ്തിരിക്കുന്ന തൊപ്പിയാണ് സംഭവം. മൊത്തം ബാത്റൂമിന് കക്കൂസിന്റെ ബാത്റൂമിനകത്ത് നല്ലൊരു ബക്കറ്റ്, ഒരു ബക്കറ്റ് സോപ്പ് പൊടി മേടിച്ച ഫ്രീ ആയിട്ടൊരു ബക്കറ്റ് കിട്ടും. ആ ബക്കറ്റെല്ലാം മേടിച്ച് അതുമില്ല, ആർക്കും വേണ്ടാത്ത കരിയോയിൽ ബക്കറ്റ്, അതും കീറിയത് മൂടും പറഞ്ഞത് അതെല്ലാം കൂടെ കൊണ്ട് വള്ളിക്കകത്ത് വെച്ചിരിക്കുകയാണ്. വെള്ളം ഒഴിക്കുന്നതോറും അടി കൂടെ ഇങ്ങനെ ചോർന്നൊളിച്ചോണ്ടിരിക്കുകയാണ്, പൈപ്പ് ഓണാക്കുന്നതോറും ചോർന്നൊളിച്ചോണ്ടിരിക്കുകയാണ്. എന്നിട്ട് അതിനകത്തിരിക്കുന്ന മഗ് അത് 2ആയിട്ട് ഓപ്പറേഷൻ ചെയ്തത്, അതെടുക്കുമ്പോൾ പകുതി അങ്ങോട്ട് പകുതി ഇങ്ങോട്ട്, ബാക്കി നമ്മുടെ ഉള്ളിലേക്ക്. ഇത് നോക്കാൻ ഏതെങ്കിലും കമ്മിറ്റിക്കാരുണ്ടോ? ഇവനെ അള്ളാഹ് വിടുവോ? ഇവനെ അള്ളാഹ് വിടുവെന്നാണോ നിങ്ങളുടെ ലക്ഷ്യം? മസ്ജിദ് തഹിറ, ശുദ്ധിയാക്കണം. പ്രസിഡന്റ് പോയിട്ട് ക്ലോസറ്റ് കഴിവ്, സെക്രട്ടറി പോയിട്ട് ക്ലോസറ്റ് കഴിവ്, 21 കമ്മിറ്റി അംഗങ്ങൾ പോയിട്ട് ബാത്റൂം കഴുകി കാണിച്ചുകൂട് മാതൃക. അല്ല കറക്കാസേരി ഇരുന്ന് കറങ്ങിട്ട് ലിസ്റ്റ് എടുത്തിട്ടുണ്ടല്ലോ, നാളെ മൂലത്തിൽ അള്ളാഹു കമ്പി കയറ്റും, മൂലത്തിൽ കമ്പി കയറ്റും. വെറുതെ പറഞ്ഞല്ല, ഹദീസ് ഞാൻ ഓതിയതാണ്. ഇദാ ജമഅല്ലാഹുൽ അവ്വലീന വൽ ആഖിരീൻ. നാളെ ആഖിറത്തിൽ എല്ലാ മനുഷ്യരെയും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ദിവസത്തിൽ ലികുല്ലി ഖാദിരിൻ ലിവാഉൻ യൗമൽ ഖിയാമ. ഓരോ ഉത്തരവാദിത്തം ഏറ്റെടുത്ത മനുഷ്യ അവന്റെ
13 വർഷത്തിന്റെ കാലയളവിൽ, 3 വർഷത്തിന്റെ കാലയളവിൽ, 10 വർഷത്തിന്റെ കാലയളവിൽ, 5 വർഷത്തിന്റെ കാലയളവിൽ നിന്നെ കൊണ്ട് ഭരണീയർ അനുഭവിച്ച വേദനയും ദുഃഖത്തിന്റെയും പേരിൽ യുൻസബു ഇൻദസ്തിഹി, അല്ലാഹു അവർക്കൊരു കൊടി നാട്ടി കൊടുക്കുമത്രേ. ലികുല്ലി ഗാദിരിൻ ലിവാ, ഓരോ വഞ്ചകന്മാർക്കും കൊടി അല്ലാഹു കൊടുക്കുമത്രേ. ആ വഞ്ചനയുടെ ബിഖദിരി ഗദ്റതിഹി, അവന്റെ വഞ്ചനയുടെ തോതനുസരിച്ചാണ് 3 വർഷമാണ് അവൻ ഈ മസ്ജിദിന്റെ ഉത്തരവാദിത്വം വഹിച്ചുകൊണ്ട് ഈ സമുദായത്തെ വഞ്ചിച്ചതെങ്കിൽ ആ 3 വർഷത്തിന്റെ കൊടിയാണ് യുൻസബു ഇൻദസ്തിഹി, അവന്റെ മൂലത്തിലാണ് അത് തിരികെ കയറ്റുക. അവന്റെ പരിസരത്തുകൂടെ നടന്നു പോകുമ്പോ ഇവൻ ഈ മൂലത്തിലെ കൊടിയുമായിട്ട് കുത്തിപ്പിടിച്ച് വേദന കൊണ്ട് നിലവിളിക്കുമ്പോ ആളുകൾ ചോദിക്കും, മൻ ഹാദാ, ആരാണിവൻ, ആരാണിവൻ? ഫയുഖാലു, പറയപ്പെടും, ഹാദാ ഗദ്റത്തു ഫുലാൻ ഇബ്നു ഫുലാൻ, ഇന്ന പള്ളിയിലെ പൈസ അടിച്ചു മാറ്റിയവനാണ്, ഇന്ന മക്ബറയിലെ പൈസ അടിച്ചു മാറ്റിയവനാണ്, ഇന്ന മദ്രസയിലെ പൈസ അടിച്ചു മാറ്റിയവനാണ്, ഇന്ന ഉസ്താദിന്റെ പണം അടിച്ചു മാറ്റിയവനാണ്, ഇന്ന പൊതു ഖജനാവിലെ പണം അടിച്ചു മാറ്റിയവനാ എന്ന് അവന്റെ മുന്നിൽ ജനങ്ങൾ പറഞ്ഞുകൊണ്ട് അവനെ പരിഹസിച്ചു കൊണ്ടുപോകുമത്രേ. നടന്നോ? നൂരാൻ പറ്റൂല, ഭയങ്കരമായിട്ട് പൈപ്പ് അള്ള കയറ്റി വിടുന്നത്. നൂരാൻ പറ്റൂല സാധനം, ഫോനിച്ച് വൃത്തി അങ്ങോട്ട് കയറ്റി വിട്ടുകൊടുക്കും. യുൻസബു ഇൻദസ്തിഹി, അവന്റെ മൂലത്തിൽ കയറ്റുന്ന ഹദീസ അല്ലേ? വെറുതെ ആന്നോ? കർക്കസരെ കുറച്ച് നാള് നല്ല കുഷ്യൻ സീറ്റ് ഇരുന്നല്ലേ, കേറട്ടെ കേറട്ടെ അല്ല, ഇരുന്ന് സൂചിച്ചല്ലേ. ചിന്തിച്ചിട്ടുണ്ടോ മസ്ജിദിന്റെ കാര്യം? ചെലന്തിയോല പിടിച്ചെടുക്കുന്നു. ആ കാർപ്പറ്റ് സുജൂദി പോകുന്നവൻ മൊത്തം അലർജി ആയിട്ട് എഴുന്നേക്കുന്നത്. ഒരു കുഴപ്പമില്ലാത്ത സുജൂദിന് എഴുന്നേക്കുമ്പോ അള്ളാഹു അവിടെ തൂറി, ഇവിടെയും തൂറി, ആകെ നശിച്ച്. ഒരു വാക്വം ക്ലീനർ വാങ്ങിച്ചു കൊടുത്തൂടെ? ബൾബ് കത്താതെ എത്ര ദിവസമായി? ആ ക്ലോക്ക്, ഓരോ പള്ളിയിലും പോയി ക്ലോക്ക് നോക്കുക അബീവേ, എപ്പോഴും 11:25 ഉള്ളത്. ഒരു സമയത്ത് കൃത്യസമയമില്ല അതിനകത്ത്. എപ്പോ നോക്കിയാൽ ഒരു ബാറ്ററി വാങ്ങിയിടാൻ നിന്നെ കൊണ്ടാകുന്നില്ല. പിന്നെ ഇയാൾ എന്നാത്തിനാ അതിനകത്ത് കയറിയിരിക്കുന്നത്? എന്തിനാ ഈ കമ്മിറ്റിയുടെ ഉത്തരവാദിത്തം? എന്തിനാ നിങ്ങൾ മഹലിൽ കെട്ടി ഇതിന് കടിപിടി കൂടുന്നത്? എന്തിനാ? പൈസ അടിച്ചു മാറ്റാൻ. അല്ല പിന്നെ വരന്ത് റോളിംഗ് റോളിംഗ്. ഈ 3 വർഷം കൊണ്ട് റോളിംഗ് നടക്കും, റോളിംഗ് നടക്കും. ഓർത്തോ, പള്ളിയിൽ ഖിദ്മത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈമാനിക പവർ വേണം. ഈമാനിക പവർ ഇല്ലാത്തവൻ പള്ളിയിൽ ഖിദ്മത്ത് ചെയ്യാൻ പാടില്ല, പള്ളിയുടെ ഉത്തരവാദിത്തം വഹിക്കാൻ പാടില്ല. പള്ളിയിലെ ഇമാറത്തുൽ മസ്ജിദ്, പള്ളിയുടെ ഭരണത്തെക്കാളും നിങ്ങൾ ഇനി നാട്ടുകാർക്ക് ചാപ്പാട് കൊടുക്കുന്നവരാണ്. കമ്മിറ്റി ഞങ്ങൾ കഞ്ഞി വെച്ച് കൊടുക്കുന്നവരാണ്, സമൂസ കൊടുക്കുന്നവരാണ്, ഞങ്ങൾ നോമ്പ് കഞ്ഞി കൊടുക്കുന്നവരാണ്, നോമ്പ് തുറപ്പിക്കുന്നവരാണ്. ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിനേക്കാൾ ശ്രേഷ്ഠമാണ് ആദ്യം ഈമാൻ. അല്ലാഹയെ വിശ്വസിക്കണം, ആഖിറത്തെ വിശ്വസിക്കണം, ആ ഖബറിനെ വിശ്വസിക്കണം, നാളെ ഇതിനെക്കുറിച്ച് ചോദ്യം ഉണ്ടാകുമെന്ന് വിശ്വസിക്കണം. അങ്ങനെ വിശ്വാസമുള്ളവനായിരിക്കണം പള്ളിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത്. അല്ലാതെ ഞങ്ങൾ കുറെ സദഖകൾ ചെയ്യുന്നവരാണ്, നിസ്കരിക്കാൻ പറയുന്നവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നവരാണ്, ഞങ്ങൾ നോമ്പ് തുറക്കാൻ പറയുന്നവർക്ക് കഞ്ഞി വെച്ച് കൊടുക്കുന്നവരാണ്, ഇറച്ചിച്ചോറ് വെച്ച് കൊടുക്കുന്നവരാണ്, എല്ലും കപ്പയും വെച്ച് കൊടുക്കുന്നവരാണ്, പൊറോട്ടി ഉണ്ടാക്കി കൊടുക്കുന്നവരാണ്. നോ, ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു ആയത്ത് കേട്ടോ. أجعلتم سقاية الحاج وعمارة المسجد الحرام كمن آمن بالله واليوم الآخر وجاهد في سبيل الله لا يستوون عند الله والله لا يهدي القوم الظالمين. أجعلتم سقاية الحاج وعمارة المسجد الحرام, ഹാജിമാർക്ക് സംസം വെള്ളം ഒഴിച്ചു കൊടുക്കലും ഹാജിമാർക്ക് വെള്ളം കുടിപ്പിക്കലും പരിശുദ്ധമായ മസ്ജിദുൽ ഹറമൈനി ഷരീഫൈനി പരിപാലിക്കലും കമൻ ഒരുവനെ പോലെയാണോ ആമന ബില്ലാഹ് വൽ യൗമിൽ ആഖിർ വജാഹദ ഫീ സബീലില്ലാഹ്, ആഖിറത്തെ കുറിച്ച് വിശ്വാസമുള്ളവനെ പോലെയാവൂല, ഖബറിനെ കുറിച്ച് വിശ്വാസമുള്ളവനെ പോലെയാവൂല, അല്ലാഹുവിന് വേണ്ടി
ധർമ്മസമരത്തിൽ പങ്കാളിത്തം വഹിക്കുന്നവനെ പോലെയാവൂല. ഞാൻ പള്ളിയിൽ 13 വർഷം ഞാൻ കമ്മിറ്റി മെമ്പറായിരുന്നു എന്ന് പറഞ്ഞിട്ട് നാളെ അഭിമാനിക്കാൻ ഒരു വകയുമില്ല സഹോദരാ. നമസ്കാരമില്ല, നിനക്ക് നിരീശ്വരവാദിയായിരുന്നു, ഇസ്ലാമിനെ തള്ളിപ്പറഞ്ഞവനായിരുന്നു, 55 വർഷം ഭൗതികമായ തലത്തിൽ ജോലി ചെയ്തിട്ട് നമസ്കാരമില്ലാതെ കമ്മിറ്റിയുടെ കസേരയിൽ കയറിയിരുന്നിട്ട് ഇബാദത്തില്ല, നമസ്കാരമില്ല, പള്ളിക്ക് വേണ്ടി ധാരാളം ഖിദ്മത്ത് നീ ചെയ്യുന്നുണ്ടാകാം. കമൻ ആമന ബില്ലാഹ്, നമസ്കാരമുള്ള ഈമാനുള്ള ഒരു വ്യക്തിയെ പോലെ നീ ആവില്ല പ്രസിഡന്റ്, നീ ആവില്ല ഖജാൻജിയെ, നീ ആവില്ല സെക്രട്ടറിയെ. അല്ലാഹുവിനെ വിശ്വസിക്കുകയും ആഖിറത്തെ ഭയപ്പെടുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഈ മസ്ജിദിന്റെ കസേരയിൽ കയറിയിരിക്കാൻ അനുവാദമുള്ളൂ. ഇല്ല എങ്കിൽ നാളെ നരകത്തിന്റെ തീ പൊരിയാലുള്ള കസേരയിൽ അല്ലാഹു നിന്നെ കൊണ്ടിരുത്തും. വേണമെങ്കിൽ പോയിരുന്നു, ഇനി വേണമെങ്കിൽ കയറിയിരുന്നോ, താല്പര്യമുള്ളവർക്ക് കയറിയിരുന്നോ. നിസ്കാരമില്ല, ഇബാദത്തുമില്ല, ഞങ്ങൾ പള്ളിയുടെ പെയിന്റ് അടിച്ചവരാണ്, ഞങ്ങൾ പള്ളിയിൽ 3 നില കെട്ടിയവരാണ്, ഞങ്ങൾ 9 കുബ്ബ കെട്ടിയവരാണ്, ഞങ്ങൾ CCTV പള്ളിയിൽ വെച്ച് കൊടുത്തു, ഞങ്ങൾ കാർപ്പറ്റ് നിറച്ചു. പൊതുയോഗത്തിന് പറയുന്ന വാക്കാണ്, ഞങ്ങൾ അത് ചെയ്ത് ഇത് ചെയ്ത് ഇത് ചെയ്ത് മറ്റേ ചെയ്ത് മറിച്ചത് ഒക്കെ ചെയ്തു. അപ്പൊ സുബൈറാക്ക് എഴുന്നേറ്റ് വയ്ക്കും, അല്ല നിനക്ക് നിസ്കാരം ഉണ്ടോ? ഞങ്ങൾ നിസ്കരിച്ചില്ലല്ലോ, എന്താണോ ഞങ്ങളിവിടെ പള്ളിക്ക് വേണ്ടി ഇതെല്ലാം ചെയ്തു, എന്താ കുറവ് വന്നത് ഇവിടെ? എന്താ കുറവ്? ഏറ്റവും വലിയ കുറവാണ് നിങ്ങളിപ്പോ നടത്തിയത്. നിങ്ങൾ ഈ ചെയ്തത് പോരാ. അല്ലാഹ് പറഞ്ഞ വാക്കായത്, ഞാൻ പറഞ്ഞ വാക്കല്ല. ഇബാദത്തുള്ളവനും നമസ്കാരമുള്ളവനും ഈമാനുള്ളവനെയും പോലെ പള്ളിക്ക് ഖിദ്മത്ത് ചെയ്തവനോ നാട്ടുകാർക്ക് ചാപ്പാട് കൊടുത്തവനോ സംസം വെള്ളം കൊടുത്ത് സിഖായത്തുൽ ഹാജ്, ഹാജിമാർക്ക് വെള്ളം കൊടുക്കലും മസ്ജിദുൽ ഹറമൈൻ ഷരീഫിനെ പരിപാലിക്കുന്നതും ഇത് ശ്രേഷ്ഠമാവുമോ? ഒരു ഈമാനുള്ളവനേക്കാൾ ഈമാനുള്ളവനാണ് മസ്ജിദിന്റെ ഉത്തരവാദിത്തം വഹിക്കേണ്ടത്. നിസ്കാരമില്ലാത്ത നിരീശ്വരവാദികളും രാഷ്ട്രീയക്കാരൻ മസ്ജിദിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ട് ബാങ്ക് വിളിക്കുമ്പോ പുറത്തോട്ട് പോകുന്ന ശൈത്താന്മാരായി മാറരുത്. അങ്ങനെയുള്ളവർക്ക് പള്ളിയുടെ ഉത്തരവാദിത്തം കൊടുത്താൽ അവർക്കിറങ്ങുന്ന ശിക്ഷ ആ മഹല്ലിൽ 500 പേർക്ക് ഉണ്ടാകും. അതുകൊണ്ട് അവരെ കേറ്റണോ വേണ്ടായോ എന്ന് നിങ്ങൾ തീരുമാനിച്ചോ.